ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ വീണ്ടും വീട്ടിലേക്ക് തന്നെ ആകെ നാണം കെട്ടിങ്ങനെ തിരിച്ചു വരികയാണ്. കയ്യിൽ 2 ലക്ഷം രൂപ കിട്ടിയ ധൈര്യത്തിലാണല്ലോ ഈ ഒരു വരവ്. വക്കീൽ ആ ഒരു തുക കൊടുത്തുകൊണ്ടതിന് കേസ് അങ്ങ് സെറ്റിൽ ചെയ്തു. ശരത്തിന്റെ മേലുള്ള പരാതിയൊക്കെ പിൻവലിച്ച് ഇനി വീട്ടിലേക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ചന്ദ്രമതി അങ്ങ് കയറി വന്നതും രവീന്ദ്രൻ കളിയാക്കാൻ തുടങ്ങി. നീ എന്തേ ചന്ദ്ര ഇപ്പം ഇങ്ങോട്ടേക്ക് തിരികെ വന്നത്? വലിയ ജാടയിട്ട് ഇവിടെ നിന്നും പോയതാണല്ലോ. ഞാൻ വിളിച്ചിട്ട് പോലും നീ എന്തൊരു അഹങ്കാരമായിരുന്നു നിനക്ക്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എങ്കിലും ചന്ദ്രമതി വിട്ടുകൊടുക്കുന്നില്ല. ഇതെൻ്റെ വീടല്ലേ, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ പോവും, എനിക്കിഷ്ടമുള്ള ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുമെന്നൊക്കെ പറയും. അപ്പോഴേക്കും സച്ചി വന്നിട്ട് ഇങ്ങനെയൊന്നും ഇവിടെ പറ്റില്ല എന്നങ്ങ് തീർത്തും പറയാണ്. രവീന്ദ്രനും അത് ശരിവെച്ചു. നിനക്ക് തോന്നുമ്പോൾ ഇറങ്ങിപ്പോവാനും വരാനും ഇതെന്താ സത്രമാണോ എന്ന് ചോദിക്കാണ്. ഇനി മേലാൽ ഇങ്ങനെങ്ങാനും കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങോട്ടേക്ക് അകത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമെന്നും പറഞ്ഞു കൊടുത്തിനെ ചന്ദ്രമതിയോട് ഇങ്ങനെ പറയാണ്. ആ സമയത്തിന് ചന്ദ്രമതിക്ക് ഒട്ടും തന്നെ ദഹിക്കുന്നില്ല. അവൾ രേവതിയെ നോക്കിക്കൊണ്ട് ആക്രോശിച്ചു. നിന്റെ അനിയൻ്റെ മേലുള്ള കേസൊക്കെ ഞാൻ പോയി പിൻവലിച്ചു. പക്ഷേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാൽ നിന്റെ വീട്ടുകാർ ആരും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. അത് കേട്ടപ്പോൾ രേവതിക്ക് വല്ലാത്ത സങ്കടമായി. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? വല്ല വിശേഷവും ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിങ്ങോട്ടേക്ക് വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പണവും സ്വർണവും ഒക്കെ ഇരിക്കുന്ന വീടാണ്. നിന്റെ അനിയൻ വന്നിട്ട് അതൊക്കെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകെ നടക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യില്ല എന്ന് ചന്ദ്രമതി അങ്ങ് വിഷം തുപ്പി. സച്ചിക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം സഹിക്കാനായില്ല. അമ്മേ, അനാവശ്യം പറയരുത്. ശരത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം അമ്മയ്ക്കാണ്. അമ്മയുടെ ഈ വായിലിരിക്കുന്ന നാക്കാണ് അതിനെല്ലാം കാരണം. മാപ്പ് പറയാൻ വന്നവനെ കർണത്തടിച്ചു വിട്ടാൽ പിന്നെ അവന് ദേഷ്യം വരാതിരിക്കോ? ഇനി ഇതിനെ പറ്റിയിട്ട് ഒരക്ഷരം പോലും സംസാരിക്കണ്ട. രേവതിയുടെ വീട്ടുകാർ ഇനിയും ഇങ്ങോട്ടേക്ക് വരുമെന്ന് തന്നെ സച്ചി അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു. ശ്രുതിയുടെ ഉള്ളിലപ്പോൾ വേറെന്തോ ഒരു പകയുണ്ടായിരുന്നു. താനും ശ്രുതിയും ചെന്നിട്ട് കാല് പിടിച്ചിട്ട് വരാത്ത ആൻറ്റി ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തി. സച്ചി ചെന്ന് വിളിച്ചിട്ട് വന്നതാണോ, അതോ ഇതിൻ്റെ പിന്നിൽ വേറെ വല്ല ഉടായ്പുമുണ്ടോ? ശരത്തിൻ്റെ കേസ് പെട്ടെന്ന് പിൻവലിച്ചതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. അത് കണ്ടുപിടിക്കാതെ പറ്റില്ല എന്ന് ശ്രുതി ഉറപ്പിച്ചു. പാവം രേവതിക്ക് ആകെ സങ്കടമായിരുന്നു. തൻ്റെ വീട്ടുകാർ ഒരു തെറ്റും ചെയ്യാതെയാണ് ഇവൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. പക്ഷേ ചന്ദ്രമതി വന്നിട്ട് ശ്രുതിക്ക് ഒരാശ്വാസമാവാണ്. കാരണം അവളുടെ എല്ലാ കൊള്ളരുതായ്മക്കും കൂട്ടുനിൽക്കുന്ന ആൾ തിരിച്ചെത്തിയല്ലോ. തനിക്കിനി കമ്പനി ആയല്ലോ എന്നതായിരുന്നു അവളുടെ ആശ്വാസം. അങ്ങനെ അന്ന് വൈകുന്നേരം രേവതി സച്ചിയോട് തൻ്റെ പുതിയ ബിസിനസ് ഐഡിയയെക്കുറിച്ച് സംസാരിക്കുകയാണ്. സച്ചേട്ടാ, എൻ്റെ മനസ്സിൽ പുതിയൊരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഐഡിയ എന്ന് സച്ചി അത്ഭുതപ്പെട്ട് ചോദിച്ചു. പൂവ് കെട്ടുന്നതിനൊപ്പം തന്നെ സ്റ്റേജ് ഡെക്കറേഷൻ കൂടി തുടങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോൾ നിനക്കതൊക്കെ അറിയാമോ എന്ന് ചോദിക്കാണ് സച്ചി. താൻ കണ്ടിട്ടുണ്ട് എന്നും അത്യാവശ്യമൊക്കെ അറിയാമെന്നും രേവതി പറഞ്ഞു. മുറി പണിയാൻ കൂടുതൽ വരുമാനം വേണമെന്ന് സച്ചിക്കും ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവനും അതിന് സമ്മതം മൂളി. ഇതേ സമയം ശ്രുതി ബാമാൻഡിയെ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ബാമയാകുമ്പോൾ ചന്ദ്രമതിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ എളുപ്പമാണല്ലോ. ആൻറ്റിക്ക് തല മസാജ് ചെയ്തു കൊടുത്ത് ശ്രുതി മെല്ലെ സോപ്പിടാൻ തുടങ്ങി. ആൻറ്റിയെ പോലൊരാളെ അമ്മായിമ്മയായിട്ട് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബാമാൻറ്റി അതിലങ്ങ് വീണുപോയി. സംസാരത്തിനിടയിൽ ശ്രുതി മെല്ലെ ചോദിച്ചു, ചന്ദ്രമതി ആൻറ്റി ശരത്തിൻ്റെ കേസ് എങ്ങനെയാണ് പിൻവലിച്ചത് എന്ന്. 2 ലക്ഷം രൂപ കൂടി കിട്ടിയ പിന്നെ ആരാ പിൻവലിക്കാത്തത് എന്ന് ബാമ അറിയാതെങ്ങ് പറഞ്ഞു പോവാണ്. ചന്ദ്രമതി രഹസ്യമായി വെക്കാൻ പറഞ്ഞ കാര്യമായിരിക്കൂട്ടോ പെട്ടെന്ന് നാക്ക് പിഴച്ചു കൊടുത്തിട്ട് ബാം അങ്ങ് പറഞ്ഞത്. അത് പറഞ്ഞതോടുകൂടെ തന്നെ ബാം അങ്ങ് അമ്പരന്നു. വക്കീല് 2 ലക്ഷം രൂപ ചന്ദ്രമതിക്ക് കൊടുത്ത ആ ഒരു കാര്യം ശ്രുതി അങ്ങനെ മനസ്സിലാക്കിയെടുത്തു. ബാമ അവളെ മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയിട്ട് ആ പണം അലമാരയിലിരിക്കുന്നത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. രേവതി അപ്പോഴേക്കും വീട്ടിൽ ഒരു ചെറിയ സ്റ്റേജ് സെറ്റ് ചെയ്ത് സച്ചിയെ കാണിച്ചു കൊടുത്തു. ബാമ അപ്പോഴേക്കും അവളെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു പണം അലമാരയിലിരിക്കുന്നതും കാണിച്ചു കൊടുത്തു. അതോടുകൂടി തന്നെ ശ്രുതിക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട്. ഇതാണ് ഇതിനുള്ള പിന്നിലുള്ള രഹസ്യമെന്ന് ശ്രുതി മനസ്സിലാക്കി. പിന്നീട് കാണിക്കുന്നത് രേവതി വീട്ടിൽ ഒരു ചെറിയ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് കൂടെ തന്നെ സച്ചിയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. വർഷയും കൂടെ വന്നതോടുകൂടി തന്നെ സംഗതി അങ്ങ് കളറായി. ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടണമെന്നും എന്നാലേ ആളുകൾക്ക് ഇതറിയൂ എന്നും വർഷ പറഞ്ഞു. രേവതി സുന്ദരിയായി ഒരുങ്ങി നിന്നുകൂടെ തന്നെ തൻ്റെ ബിസിനസ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. അപ്പോഴാണ് ശ്രുതിയുടെ ഫോണിലേക്ക് ആൻ്റണിയുടെ വിളി വരുന്നത്. 2 ലക്ഷം രൂപ ഉടനെ വേണമെന്നും അല്ലെങ്കിൽ ശരത്തിൻ്റെ കാര്യം തീർക്കുമെന്ന ഭീഷണി. എന്ത് ചെയ്യണമെന്നാലോചിച്ച് ശ്രുതിക്ക് ബാമാൻറ്റിയുടെ അൽമാറയിൽ പണം ഓർമ്മ വന്നു. നേരെ ബാമാൻറ്റിയുടെ വീട്ടിലേക്ക് എത്തി. പുറത്തു നിന്ന് വാങ്ങിയ ഭക്ഷണം കൊടുത്ത് നേരെ അവരെ മയക്കി കടത്തി. ഫോണിൽ സംസാരിക്കുന്ന മട്ടിൽ റേഞ്ച് ഇല്ലാത്തതുപോലെ മുകളിലെ മുറിയിലേക്കെത്തി. അവിടെ കിടക്കുന്ന ആ ഒരു കീ എടുത്ത് നേരെ അലമാറ തുറന്നു. ആരും കാണാതെ ആ 2 ലക്ഷം രൂപ തട്ടിയെടുത്ത് അവൾ നേരെ അവിടെ നിന്നങ്ങ് കടന്നു കളഞ്ഞു. ആ പണം ആൻ്റണിക്ക് കൊണ്ടുപോയി കൊടുക്കാണ് ശ്രുതി. പക്ഷേ ആൻ്റണിയും നവീൻ ദാസും കൂടി ശ്രുതിയെ പറ്റിക്കുകയായിരുന്നു. ഇതേ സമയം കമ്പനി പരസ്യത്തിൻ്റെ പേരിൽ ശ്രുതി വീട്ടുകാരെ കൊണ്ട് അഭിനയിപ്പിച്ചു.
ഓസിനാണ് അഭിനയിക്കുന്നത് എന്ന് കരുതിയ സച്ചിയും സംഘവും പിന്നീട് സത്യം അറിഞ്ഞു. അഭിനയിച്ച ഓരോരുത്തർക്കും 25,000 രൂപ വെച്ച് ശ്രുതിയുടെ മുതലാളി പണം നൽകിയിരുന്നു. അത് ശ്രുതി മുക്കിയതാണ് എന്നറിഞ്ഞപ്പോൾ വീട്ടിൽ വലിയ യുദ്ധമായി. ഒടുവിൽ എല്ലാവർക്കും ആ പണം വീതം വെച്ച് കൊടുത്ത് നാണം കെട്ടി നിൽക്കേണ്ടി വരികയാണ് ശ്രുതിക്ക്. ചന്ദ്രമതിക്ക് ആവശ്യമായ ആ ഒരു പണം തിരിഞ്ഞ ഭാമയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അലമാരയിൽ അവിടെ പണം കാണുന്നില്ല. താൻ അവിടെ വെച്ചിരിക്കുന്ന 2 ലക്ഷം രൂപ അവിടെ കാണുന്നില്ല. ഭാമാൻറ്റിയുടെ വീട്ടിലെത്തിയിട്ട് ആ ഒരു അൽമാർ തുറന്നു നോക്കുന്ന സമയത്ത് തന്നെ പൈസ അവിടെ കാണാത്തത് കൊണ്ട് ചന്ദ്രമതി ആകെ ഇങ്ങനെ തരിച്ചു നിന്ന് പോവുകയാണ്. നെഞ്ചിരിപ്പ് പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു. വക്കീൽ കൊടുത്ത ആ ഒരു 2 ലക്ഷം രൂപ, തൻ്റെ വരും കാലത്തേക്കുള്ള ഏക സമ്പാദ്യം, അതിപ്പോൾ അവിടെ കാണുന്നില്ല. ഭാമയോട് ചോദിക്കുമ്പോൾ അവർക്കും അതിനെ പറ്റിയിട്ട് അറിയില്ല. ചന്ദ്രേ, നീ അത് അവിടെ തന്നെയല്ലേ വെച്ചത്? ഞാൻ ആ വഴിക്ക് പോയിട്ടേ ഇല്ല എന്ന് ഭാമാൻറ്റി പറഞ്ഞിട്ടങ്ങ് കൈമലർത്തി. പക്ഷേ ചന്ദ്രമതിക്ക് ഉറപ്പായിരുന്നു അത് ആരും അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന്. അപ്പോഴാണ് ആൻ്റണിക്ക് അന്ന് ശ്രുതി വന്ന ആ ഒരു കാര്യം ഓർമ്മ വന്നത്. ഫുഡും വാങ്ങി വന്ന് മുകളിലെ മുറിയിൽ റേഞ്ച് നോക്കാൻ പോയ ആ ഒരു പോക്ക് ആ ഒരു സംശയം നേരെ ശ്രുതിയിലേക്ക് നീണ്ടു. ചന്ദ്രമതിയുടെ ഉള്ളിലങ്ങ് പക കനത്തു. ഇതേ സമയത്ത് ശ്രുതിയുടെ വീട്ടിലാണെങ്കിൽ സച്ചിയും സംഘവും അവളെ ശരിക്കും അങ്ങ് പെരുമാറുന്നുണ്ടായിരുന്നു. മുതലാളി കൊടുത്ത 25,000 രൂപ വീതം എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് നിർബന്ധിച്ച് അയപ്പിച്ചതോടുകൂടി തന്നെ ശ്രുതി ആകെ നാണം കെട്ടു. ഇനി ഈ വീട്ടിൽ നിന്റെ ഒരു തരികിടെ നടക്കില്ല മോളെ എന്ന് സച്ചി താക്കീതും നൽകി. പക്ഷേ ശ്രുതിക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ആൻ്റണിക്ക് പണം കൊടുത്തല്ലോ, അതോടെ നവീൻ ദാസിന്റെ കേസ് തൽക്കാലത്തേക്കൊന്ന് ഒതുങ്ങിയല്ലോ എന്നൊരാശ്വാസത്തിലായിരുന്നു ശ്രുതി. എന്നാൽ ആ ഒരു സന്തോഷത്തിന് അധികം തന്നെയൊന്നും ആയുസുണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം ചന്ദ്രമതി കലിത്തുള്ളി ശ്രുതിയുടെ അടുത്തേക്ക് അങ്ങ് പാഞ്ഞെത്തി. എല്ലാവരും നോക്കി നിൽക്കെ തന്നെ അവൾ ശ്രുതിയുടെ കർണത്തൊരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കാണ്. എന്നിട്ട് ചോദിക്കുന്നത്, എവിടെയടി കള്ളി എൻ്റെ പണം? ആ പണം ചോദിച്ചു കൊണ്ടതിന് ചന്ദ്രമതി അങ്ങ് ബഹളം വെച്ചു. ശ്രുതി ആദ്യം അത് നിഷേധിച്ചുവെങ്കിലും ഭാമാൻറ്റി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ശ്രുതി ഇങ്ങനെ ആകെ പതറി നിൽക്കുകയാണ്. സച്ചിയും രേവതിയും ഇത് കേട്ടിട്ട് അങ്ങ് ഞെട്ടിപ്പോയി. എന്ത്, അമ്മയുടെ പണം നീ എന്തിനാടി എടുത്തത് എന്ന് സച്ചി ചോദിച്ചപ്പോൾ ശ്രുതിക്ക് ആ ഒരു സത്യം പറയേണ്ടി വന്നു. തനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യ കേസുണ്ട് എന്നും, ആൻ്റണിയുടെ കാര്യം വിട്ടു പറയുന്നില്ല എങ്കിലും തനിക്ക് പെട്ടെന്നൊരു അത്യാവശ്യ കേസുണ്ട്, അതുകൊണ്ട് പൈസ എടുത്തതാണെന്ന് പറയും. ഇതറിഞ്ഞപ്പോൾ രേവതി അങ്ങ് പൊട്ടിക്കരയാണ്. തൻ്റെ അനിയൻ്റെ പേരും പറഞ്ഞ് ശ്രുതി ഇത്രയും വലിയ ചതി ചെയ്തല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ. പക്ഷേ കഥ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. നീ എന്തിനാടി ആ പണം എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ശ്രുതിക്ക് സത്യം പറയേണ്ടി വന്നു. ശരത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൻ്റണിക്ക് കൊടുത്തതാണ് എന്ന്. ഇതറിഞ്ഞപ്പോൾ രേവതി അങ്ങ് പൊട്ടിക്കരയാണ്. തൻ്റെ അനിയൻ്റെ പേരും പറഞ്ഞ് ശ്രുതി ഇത്രയും വലിയ ചതി ചെയ്തല്ലോ എന്നോർത്തുകൊണ്ടായിരുന്നു അത്. പക്ഷേ കഥ അവിടെയും കൊണ്ടൊന്നും തീരുന്നില്ല. സച്ചി നേരെ ആൻ്റണിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ ആൻ്റണി അങ്ങ് പൊക്കി. അപ്പോഴാണ് ആ ഒരു വലിയ സത്യം പുറത്തു വരുന്നത്. ആൻ്റണിയും നവീൻ ദാസും കൂടിയിട്ട് ശ്രുതിയെ വെറുതെ പറ്റിച്ചതായിരുന്നു എന്ന്. നവീൻ ദാസിന് ഒരു ആപത്തും ഉണ്ടായിരുന്നില്ല. ആ പണം ശ്രുതിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും വീതിച്ചെടുക്കുകയായിരുന്നു. ആ ഒരു ചതിയും കൂടെ പുറത്തായതോടുകൂടി തന്നെ ശ്രുതിക്ക് പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റാതെയായി. രവീന്ദ്രന് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ശ്രുതിയെ ആ വീട്ടിൽ നിന്നും പുറത്തിറക്കാൻ ഒരുങ്ങി. പക്ഷേ രേവതിയുടെ നല്ല മനസ്സ് അവളെ തടഞ്ഞു വെച്ചു. അവൾ ചെയ്തത് തെറ്റാണെങ്കിലും നമുക്ക് അവളെ തെരുവിലേക്കൊന്നും ഇറക്കി വിടേണ്ട അച്ഛാ, രേവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രേവതിയുടെ ഈ ഒരു വാക്ക് കേട്ട് എല്ലാവരും അങ്ങ് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവസാനം ചന്ദ്രമതിക്ക് തൻ്റെ പണം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് സച്ചി ആൻ്റണിയെ കൊണ്ട് തന്നെ അത് കൊടുപ്പിക്കുമെന്ന് ഉറപ്പ് നൽകി. രേവതിയുടെ സ്റ്റേജ് ഡെക്കറേഷൻ ബിസിനസ് ഹിറ്റായതോടുകൂടി തന്നെ അവർക്ക് നല്ലൊരു വരുമാനം വന്നു തുടങ്ങി. തൻ്റെ അഹങ്കാരമെല്ലാം വെടിഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി പതുക്കെ രേവതിയെ അംഗീകരിച്ചു തുടങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.